ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴുത്ത മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ് റെഡി ആക്കണത്. ഇപ്പോൾ മാങ്ങേൻ്റെ സീസണൊക്കെ ആണല്ലേ, പഴുത്ത മാങ്ങ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഞാൻ എൻ്റെ രീതിക്കുള്ള മാമ്പഴ പുളിശ്ശേരി ആയിട്ട് ഉണ്ടാക്കുന്നത്. പലരും പല രീതിക്കേക്കാരം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാം. 2 അച്ച് ശർക്കര എടുത്തുകൊണ്ട് അതൊന്ന് തിളപ്പിച്ചുകൊണ്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ, ഒന്ന് അരിച്ചെടുത്തിട്ട്. പിന്നെ ഇതിലോട്ട് പച്ചമുളക് ചേർക്കുന്നത് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ അളവിനനുസരിച്ച് എരിവ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ മുളകും പൊടിയൊക്കെ ചേർത്ത് പിന്നെ ഇതിലോട്ട് ചേർക്കാനുള്ളത് വെള്ളം കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം വെള്ളം വെച്ചിക്കാണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതിനനുസരിച്ചുള്ള ഇതിലാണ്. അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ തിളക്കുമ്പോൾ പിന്നെ അത് ചെറിയ ഒരു പാത്രമല്ലേ, അതുകൊണ്ട് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടൊരു അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചേർത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകമില്ല അതും ചേർത്തിട്ടുണ്ട്. പിന്നെ തൈരാണ് വേണ്ടത്. 1 കപ്പോളം തൈര് ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്, ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കണ പരിപാടിയാണ്. ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് വറവിട്ട് കൊടുത്താൽ മതി. പിന്നെ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് വറവിട്ടെടുക്കാം, നെയ്യിൽ വേണമെങ്കിലും വറവിട്ടെടുക്കാം കേട്ടോ. മുളക് പൊടിയും വറ്റൽമുളകും വേപ്പിൻ്റെ ഇല ഉലുവ കടുക് ഒക്കെ പാടെ ചേർത്തൊന്ന് വറവിട്ടെടുക്കുക. അങ്ങനെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ മധുരക്കാരൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ എന്നും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.